26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഫെബ്രുവരി 28-നാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആഗോളതലത്തിൽ ആക്രമണം ഉണ്ടാക്കിയ പരിക്കുകൾ നിരവധിയാണ്. ഒരു പക്ഷേ ഒരിക്കലും പൊറുക്കാത്ത രീതിയിലുള്ള വലിയ പരിക്കുകളാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ പരിക്കുകളുടെ കൂട്ടത്തിലാണ് ഈ സ്വർണത്തിലേക്കുള്ള നിക്ഷേപത്തിൻ്റെ വരവ്. അതായത് ഓഹരി വിപണി എല്ലാം ഇടിഞ്ഞ് നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് തന്നെ വലിയ തോതിലാണ് വിദേശ ഓഹരികൾ വിറ്റ് പുറത്തേക്ക് പോയത്. അങ്ങനെ പിന്നെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം നമുക്കറിയാം. ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ, രൂപയുടെ മൂല്യം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ $1 ഈക്വൽ ടു $1 അവയുടെ മൂല്യം സെയിം ആയിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നാണ് $1 ഈസ് ഈക്വൽ ടു 97.5 രൂപ. ആ തരത്തിലാണ് രൂപയുടെ മൂല്യം മൂക്കുകുത്തിയത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2014 BJP ഭരണത്തിൽ വരുന്ന സമയത്ത് 62 രൂപ ഈസ് ഈക്വൽ ടു $1 എന്ന നിരക്കിലായിരുന്നു. അവിടെ നിന്നാണ് ഈ 12 കൊല്ലം കൊണ്ട് ഇത്ര വലിയ മാറ്റം, ചാഞ്ചാട്ടം ഉണ്ടായത്, ഇത്ര വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് രൂപയുടെ മൂല്യത്തിൽ. അപ്പം ഇപ്പോൾ ഇങ്ങനെ ഈ യുദ്ധമൊക്കെ വന്ന് സ്വർണത്തിൻ്റെ വില 1,31,000 വരെയൊക്കെ പൊങ്ങി. അങ്ങനെ ഇന്ത്യക്ക് വലിയ, എപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വർണത്തിൻ്റെ വാങ്ങൽ കുറയ്ക്കുക എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്? സ്വർണത്തിൻ്റെ വാങ്ങൽ കുറയ്ക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഒരു കാര്യം ഓർക്കണം. 2014 സ്വർണത്തിന്മേലുള്ള ഡ്യൂട്ടി 15% ആ 15% ഡ്യൂട്ടി ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്ന് 5% ആക്കിയത് BJP ഗവൺമെൻറ് ആയിരുന്നു. അദ്ദേഹം തന്നെ അതേ പ്രധാനമന്ത്രിയുടെ കീഴിൽ തന്നെയായിരുന്നു അപ്പോഴും ഭരണം. അങ്ങനെ ഈ പ്രാവശ്യം എന്താ സംഭവിച്ചത്? സ്വർണത്തിൻ്റെ വാങ്ങൽ കുറയ്ക്കാൻ, അതായത് സ്വർണത്തിൻ്റെ വില 1,31,000 രൂപയിലേക്കൊക്കെ എത്തി ഒരു പവൻ്റെ വില എന്ന് വന്നപ്പോൾ ഇന്ത്യയിലെ വാങ്ങൽ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്വർണത്തിൻ്റെ ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. നിലവിലിരുന്ന 5% നിന്ന് അത് 12% റേസ് ചെയ്തു. അങ്ങനെ സ്വർണത്തിൻ്റെ അങ്ങനെ റേസ് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ആഹ്വാനം ചെയ്തു, വാങ്ങൽ കുറയ്ക്കണം എന്ന് ആഹ്വാനം ചെയ്തു. പക്ഷേ സ്വർണത്തിൻ്റെ വാങ്ങൽ പിന്നെയും കുറഞ്ഞില്ല. അത് എങ്ങനെയാ വെച്ചാൽ, അതായത് സ്വർണത്തിൻ്റെ വിലയിൽ നമുക്കറിയാം എപ്പോഴും ഒരു ചാഞ്ചാട്ടമാണ്. നമുക്കൊരു നേർരേഖയിലൂടെ സ്വർണത്തിൻ്റെ വില കാണിക്കാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ പൊങ്ങിയും താണും ഇരിക്കും. ചെറിയ കാരണങ്ങൾ, ഏതുതരം ചെറിയ ആഗോളതലത്തിൽ ശക്തമായി തീരാൻ സാധ്യതയുള്ള ചെറിയ കോളിളക്കങ്ങൾ നമുക്കറിയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.